പരസ്യപ്രചാരണം കഴിഞ്ഞതോടെ കോട്ടയം ജില്ലയിൽ ഇരുമുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. 9 മണ്ഡലങ്ങളുള്ളതിൽ 8 ഇടങ്ങളിലും വിജയിക്കുമെന്നാണ് UDF പ്രതീക്ഷ. എന്നാൽ 5 സീറ്റുകളിൽ ഇത്തവണ വിജയിക്കുമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. ഏറ്റുമാനൂരിൽ വിജയിക്കുമെന്ന പ്രതീക്ഷ NDAയും വച്ചുപുലർത്തുന്നു. 9 നിയമസഭാ മണ്ഡലങ്ങളുള്ള കോട്ടയം ജില്ലയിൽ 7 സീറ്റുകളാണ് UDF കഴിഞ്ഞ തവണ നേടിയത്. വൈക്കം, ഏറ്റുമാനൂർ എന്നീ സീറ്റുകൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോൾ കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പാല, കടുത്തുരുത്തി, പൂഞ്ഞാർ മണ്ഡലങ്ങൾ UDFനൊപ്പം നിന്നു. എന്നാൽ പൂഞ്ഞാർ MLA PC ജോർജ് ഇക്കുറി ജനപക്ഷ സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട്. ഇടതിന് മുന്നേറ്റമുള്ള വൈക്കം ഒഴികെ 8 ഇടങ്ങളിലും അനായാസം വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് UDF. സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങളും സിറ്റിംഗ് MLA അജിത്തിന് സീറ്റ് നിഷേധിച്ചതും അനുകൂല ഘടകങ്ങളായാൽ വൈക്കവും കൈപ്പിടിയിലാകുമെന്ന പ്രതീക്ഷയും UDFനുണ്ട്. എന്നാൽ വൈക്കം, ഏറ്റുമാനൂർ കൂടാതെ കോട്ടയം, ചങ്ങനാശ്ശേരി, പാലാ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുപക്ഷം. പൂഞ്ഞാറിലും വിജയിക്കുമെന്ന പ്രതീക്ഷയും ഇടതുപക്ഷം പങ്കുവയ്ക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ BJP സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ ഇടത് സ്ഥാനാർത്ഥി VB വിനുവിന് അനുകൂല ഘടകമാകുമെന്ന കണക്കുകൂട്ടലും ഇടതുപക്ഷത്തിനുണ്ട്. അതേസമയം ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥി AG തങ്കപ്പൻ ഇടതുപക്ഷത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കോട്ടയം SNDP യൂണിയന്റെ സെക്രട്ടറി തങ്കപ്പൻ പിടിക്കുന്ന വോട്ടുകൾ ഇടതു സ്ഥാനാർത്ഥി സുരേഷ് കുറുപ്പിന് വിനയാകുമോ എന്ന ആശങ്ക ഇടത് ക്യാമ്പിൽ വ്യാപകമാണ്. ജില്ലയിൽ ജയിക്കുമെന്ന് NDA അവകാശപ്പെടുന്ന സീറ്റാണ് ഏറ്റുമാനൂർ. ജോസ്മോൻ എന്ന കേരള കോൺഗ്രസ് നേതാവ് എതിരായി മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. വൈക്കത്ത് NDA സ്ഥാനാർത്ഥി നീലകണ്ഠൻ മാസ്റ്ററും പാലായിലെ NDA സ്ഥാനാർത്ഥി N ഹരിയും പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഇടതു വലത് മുന്നണികൾ. റിപ്പോർട്ടർ, കോട്ടയം.